വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വലിയ പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് ഇതാ റെഡിയായി ഇക്കടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ പെരുന്നാളൊക്കെ ഇക്കടെ വീട്ടിൽ എപ്പോഴും ആഘോഷിക്കാറുണ്ട്. നമ്മൾ മിക്കതും പ്രോഗ്രാം ഇല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. അടിപൊളിയാണ്. അവിടെ ടക്കു നല്ല ഉറക്കാണ്. രാവിലെ തന്നെ എണീച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഇട്ടേക്കാണ് പാവം. ഇനി അവിടെ ചെല്ലുമ്പോൾ ഉഷാറാവും. നമ്മുടെ ആദ്യത്തെ വിഷു വ്ളോഗ് കഴിഞ്ഞിട്ട് കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, നല്ല അടിപൊളിയാണ്, ഇതുപോലെ തന്നെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ തിരക്കായതുകൊണ്ട് ശരിക്കും ഒരു വ്ളോഗെങ്കിലും ഇടണം എന്നാണ് ആഗ്രഹം. അത് നടന്നിട്ടില്ല. പക്ഷേ ഇനി മാക്സിമം ഇനിയിപ്പോൾ ജൂലൈ ഒക്കെ കുറച്ച് പ്രോഗ്രാം കുറവാണ്, മഴ കാരണം. അപ്പോൾ നമ്മളെന്തായാലും മാക്സിമം വ്ളോഗ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പോൾ ഇക്കടെ വീട് എത്താറായി. നമ്മൾ കൊരട്ടി വാളൂരാണ് വീട്. എത്താറായി. അവിടെ എല്ലാവരും ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഉണ്ടാവും. കുഞ്ഞുമ്മ, അമ്മായി, നമ്മുടെ കസിൻസ്. ഇതാ എത്താറായി നമ്മൾ. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് ഇന്നൊരു പെരുന്നാളാണ്. അപ്പൊ നമ്മളിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അതാ നമ്മളിതാ എത്തി ഇവിടെ. ഇതാണ് നമ്മുടെ വാളൂര്. ഇത് നമ്മുടെ തറവാടാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ആഘോഷങ്ങളും പരിപാടികളൊക്കെ. ഇതാണ് നമ്മുടെ ആമിക്കുട്ടി. എല്ലാവർക്കും അറിയാം, ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആമിനെ അല്ലേ? നമ്മുടെ അനിയത്തി. ആമി എന്താണ് പറയാനുള്ളത്? എന്താണ് മൈക്കൊക്കെ പിടിക്കാനല്ല പറഞ്ഞു. എനിക്ക് പറയാനത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എന്നാലും എന്റെ കുറെ തക്കുണ്ട്. എന്റെ കൂടെ തക്കുണ്ട്. പിന്നെ എല്ലാരും ഉണ്ട്. എന്നാലും അയച്ചു പോയിക്കാൻ നമ്മള് പോയിക്കും നമ്മള്. അയ്യോ, കൃഷിഭോഗങ്ങൾക്ക് ഇഷ്ടായോ? ഇനി പെരുന്നാൾ വീടൊടിക്കാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ നിന്നുണ്ട് സൂപ്പറല്ലേ? ചോദിക്കേ ബക്കമോ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് കേട്ടാ. ഏതെങ്കിലും വേണമെങ്കിൽ ചോദിച്ചു. ഗ്രേപ്പ് രണ്ടുപേരും. ഗ്രേപ്പ് ജ്യൂസ് ഞാനും ഉണ്ട്. സൂപ്പറുണ്ട്. ഒന്നും പോയാലൊന്നുമില്ല, സുഖമാണ്. ഗ്രേപ്പ് ജ്യൂസ് ജ്യൂസ് ആയിക്കുമാരത് പൂവി അയ്യത് പൊട്ട് തക്കുമാര്. ഞാനേതെങ്കിലും പാട്ട് പാടാം. ഇവിടെ ഇരിക്കുന്നീ ഓണം വന്നല്ല കുഞ്ഞാലിച്ചല്ലോ ഹായ് ഗായ്സ്. അതാണ് ഒരാളെ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്. എന്താ ഒരു ഇരിപ്പല്ലേ? മെസ്സി ആണ് വിചാരം. ഇങ്ങനെ മുട്ടും മുട്ടിരിക്കുന്നത്. അങ്ങനെയല്ല രണ്ടും. അയ്യോ അയ്യോടാ, വേനെടുത്തിട്ടുണ്ടാവും. അയ്യോ പൊട്ടെ. ഇവിടുത്തെ മെയിൻ ടീമുകളുടെ ഫോട്ടോ ഒക്കെ അല്ലേ അത്? നിങ്ങൾ എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ എല്ലാ പിള്ളേരും ഉണ്ട്. ഞാൻ ബ്രസീലാണ്. ഞാൻ നെയ്മറിന്റെ ഫാനാണ്. ഇതാണ് അർജന്റീന. ഇവിടെ കളി വെക്കുവോ? നല്ല രസമുണ്ടല്ലേ? അടിപൊളി. വേൾഡ് കപ്പ് ആയൊരു ഭയങ്കര രസമുള്ള മൂടാണ്. ഇവനാണ് ഈ ഫ്ലക്സിന് വേണ്ടി എല്ലാം ചെയ്തത്. എന്നിട്ട് അവന് മൂലക്കാക്കി പെരുന്നാളിനുണ്ടെങ്കിൽ ബിരിയാണി ചെമ്പ് പൊട്ടിക്കണം. അത് ബിരിയാണിയൊക്കെ ഓൾറെഡി അവിടെ റെഡി ആയിട്ടുണ്ട്. പള്ളിയിൽ പോയി വന്നിട്ടുള്ളൂ. പെരുന്നാൾ ഓ കേട്ടോളാം. അയ്യോ പാടലില്ല. പണ്ടൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നുമില്ല, അത് പോയി. ബിരിയാണി വെക്കാണ്ട് ഇവിടെ വന്നിരിക്കണോ?
ഞാൻ ഈ കൊല്ലത്തില് പോയത് പിന്നെ ഏതൊക്കെ ഓലോ അല്ല പിന്നെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എടുക്കാനാ പോയാണ്. ചന്ദന വെയിലോ ചന്ദ്രികയോ ഇടൂലേ? മൈലാഞ്ചി ഇടാൻ അറിയോ? തുമക്ക് മാലും കേസാ മൈലാഞ്ചി ബനായ അല്ല ബനായ അല്ല തും ബനാവുങ്കി. പെരുന്നാളിന്റെ മെയിൻ പരിപാടിയാണ് മൈലാഞ്ചി. ആമി പ്രേമാണോ? ഇത് എന്റെ മമ്മിയാണ് വീഡിയോ എടുക്കണ. എന്റെ മമ്മിയാണ് ഇട്ട് കൊടുത്തത്. അല്ല പിന്നെ ഹലോ ഹായ് ഇത് പറ സുഖം സന്തോഷം ലേറ്റ് ആയല്ലോ. ലൈറ്റ് വീട്ടില് സ്റ്റൈലായിട്ട് വരാൻ വേണ്ടി മലപ്പുറം ലേറ്റ് ആയതാണ്. ഇല്ല ഞാൻ അറിയാണ്ട് ലേറ്റ് ആയി പോയതാ. ബിരിയാണി വെക്കണ ആളാണ്ടോ ഞങ്ങടെ പണ്ടാരി? അതെ പണ്ടാറ ബിരിയാണി വെക്കണ ആൾ വന്നിട്ടുണ്ട്. പണ്ടാരി പക്ഷെ ബിരിയാണി പിള്ളേരെ കണ്ട് ഇതേ നമ്മുടെ ഭൂവിന്റെ മുഖം ഒന്ന് കാണിച്ചേ. ഇതാണ് ഞങ്ങളുടെ അമ്മായി, ഞങ്ങളുടെ ഭൂ. ഇവര് കഷ്ടപ്പെട്ട് വെച്ച ബിരിയാണി നമുക്ക് കാണാം. അയ്യോ ചൂട് 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 ചൂട്. ഇതെങ്ങനെ ഇപ്പൊ തുറക്കൊന്ന്? ഒരു മിനിറ്റ്, അതൊരു കാര്യം ചെയ്യാം. അല്ല ബിരിയാണി ആയിട്ടില്ല, ഇതാണ് ഇത് നമ്മുടെ ബിരിയാണി ദമ്മിടാനുള്ള ചിക്കൻ. ഇതേ പൂ റെഡി ആയിക്കൊണ്ടിരിക്കണം. ചിക്കൻ കറി നമ്മുടെ ഉമ്മച്ചിക്കമ്മ ഉമ്മച്ചല്ലേ ക്യാമറ വന്നു കഴിഞ്ഞ ഉമ്മച്ചി ഇങ്ങനെ ആസാനം രാവിലെ തൊട്ട് ഒന്നും കൊണ്ടല്ല. അരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണതാ. പകുതി വെന്തരി നമ്മള് ദമ്മിടും. ഞാൻ പക്ഷെ സാധാരണ ഉണ്ടല്ലോ എല്ലാ വട്ടം വരുമ്പോഴും അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വെച്ചാലേ കുറച്ച് ഇതില് ബിസി, ഫോട്ടോ എടുക്കാനും ഇവരുടെ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി. കണ്ടോ ചൂട് പൊള്ളുണ്ടോ? ദമ്പല്ല, ഇങ്ങനെ ദം, ഈ പ്രക്രിയയാണ് ദം എന്ന് പറയാം. ബാടാ ഷാഹിദ കുറച്ച് ജയാടി സൂര്യ ചിക്കൻ ബിരിയാണി. ഉമ്മച്ചി ഭയങ്കര രസമുണ്ടാവും. ഉമ്മച്ചി അമ്മയൊക്കെ ഭയങ്കര കുക്കുകളാണ്. അമ്മായിയും ഉമ്മച്ചി നമ്മുടെ എന്താ പറയാ, അതെ കഴിഞ്ഞ വട്ടം പെരുന്നാളില് അല്ല ഉപ്പല്ല കൂടിയത് രാശി പറയണ്ടേ ഈ കൊല്ലം എന്താ കൂട്ടുന്നത്? ആ വേവ് പറ്റില്ല. എന്താ ഇടട്ടെ റൈസ് ഇട്ടെ അല്ല മറ്റേ നെയ്യിലാണ് പരിപാടി. ഞാനീ ഒഴിക്കണ നെയ്യിലാണ് ബിരിയാണി ടേസ്റ്റ് ഇരിക്കണത്. അല്ല നെയ്യാണ് മെയിനായിട്ട്. ഇന്ന് ചിക്കൻ കുട്ടൻ ബിരിയാണി നമ്മള് വെക്കണം. ചിക്കൻ കുട്ടൻ ഓ കഴിക്കുന്ന ടൈമായപ്പോ ഒന്നേക്കാളും. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി അടിപൊളിയാണോ? കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. അടിപൊളി. ഓ ഉമ്മച്ചി അടിപൊളിയാന്ന് പറയണേ. പണ്ടാരി വെക്കണത്ര ആയിട്ടുണ്ടാവില്ല. എന്നാലും
കൊള്ളാം. അതിപ്പോ തന്നെ ചോദിക്കണത് അതെ അതിന് അങ്ങനെ ചോദ്യത്തിന് ആവശ്യമില്ല അതല്ല അങ്ങനെ ചോദ്യേ ഈ ദിവസം ശോഭം എടുത്തു ചോറ് വിട്ട് 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 ചോറായിരുന്നു 10 കൊല്ലങ്ങൾക്ക് ശേഷം കൊല്ലങ്ങൾക്ക് ശേഷം ചോറ് വിട്ട് വിട്ട് കഴിഞ്ഞ പെരുന്നാളിന് പായസമായിരുന്നു അല്ലേ? അല്ലെ പായസം ഓഫറടിയും അതല്ലെങ്കിലും നല്ലത് ആരും ഓർത്തിരിക്കില്ലല്ലോ അമ്മച്ചി. ബിരിയാണി പെരുന്നാള് നമ്മൾ അടിച്ചു പൊളിച്ച് ബിരിയാണിയൊക്കെ തിന്ന് വയ്യാണ്ടായി. ഇപ്പത്തെ ചായ കുടിച്ച് വയ്യാണ്ടായി. അപ്പൊ പെരുന്നാള് കഴിഞ്ഞു. ചെറുതായിട്ട് ഡ്രസ്സൊക്കെ നമ്മള് ചെറുതായിട്ട് ചൂടൊക്കെ എടുത്തപ്പോ ഡ്രസ്സൊക്കെ മാറി, ലുക്കൊക്കെ പോയി. സാരില്ല. അപ്പൊ നമ്മള് പെരുന്നാൾ അടിച്ചു പൊളിച്ച് സുന്ദരിയായിട്ട് വീഡിയോ എടുക്കാന്ന് പറയുമ്പോഴേ ഒരു മിനിറ്റ് തോന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഇത് മുബാരക്. അപ്പൊ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അയ്യോ തക്കു പറയണ്ടേന്ന് ചോദിച്ചു. സോറി പറ. അപ്പൊ അടുത്ത വീഡിയോ കാണാന്ന് പറ. ഇനി പറഞ്ഞാ മതി. ഡാഡ് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി പറ. ഡാഡ് റെഡി, ക്യാമറ റെഡിയാണോ? റെഡിയാണ്. പറഞ്ഞു. അടുത്ത വീഡിയോ കാണാം.